നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മൾ ആര് വിചാരിച്ചാലും നടക്കാത്ത കാര്യമാണ്. പക്ഷേ ഒരാൾ വിചാരിച്ചാൽ നടക്കും. മൈഥിലി, കാർത്തിക്കിന്റെ ആദ്യ ഭാര്യ. ഞാൻ ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലിലോ? അയ്യോ, എന്തുപറ്റി? എനിക്കൊന്നും പറ്റിയില്ല. കാർത്തി ഹോസ്പിറ്റലിലാ. ആ, അതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞത്. അല്ല, അവൻ ഹോസ്പിറ്റലായതിന് മൈഥിലി എന്താ അവിടെ? ആ കാര്യങ്ങളൊക്കെ കേട്ടാലേ അമ്മായി ഞെട്ടിപ്പോവും. ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. കാർത്തിക്, ഇതാരാണെന്ന് അറിയാമോ? ഇതെന്റെ ഭാര്യ. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു മൈഥിലി. താങ്ക്സ് അമ്മായി. ഓർക്കാപ്പുറത്ത് കേട്ടൊരു ഗുഡ് ന്യൂസാ ഇത്. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഞാൻ പറയുന്ന പോലെ നീ കേൾക്കണം. അതെന്താ അമ്മായി? അമ്മായി പറയുന്നത് എന്തെങ്കിലും ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ? അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ. കൺഗ്രാറ്റുലേഷൻസ്. നന്ദിനി ഒരു അമ്മയാകാൻ പോകുന്നു എന്ന്. നമസ്കാരം സർ. നമസ്കാരം. അകത്തേക്ക് വരും. രാജലക്ഷ്മി അമ്മ മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്കത് ചെയ്തു തരാൻ പറ്റിയില്ല. അതിന്റെ കരട് രാജലക്ഷ്മി അമ്മയുടെ മനസ്സിലുണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൂടി മാറട്ടെ എന്ന് കരുതിയാ വിളിച്ചപ്പോ നേരിട്ട് വരാമെന്ന് കരുതിയത്. നമസ്കാരം. വീണ്ടും വിളിക്കാൻ എനിക്കും ഒരു മടിയുണ്ടായിരുന്നു. മാലതിയുടെ നിർബന്ധം കൊണ്ടാ വിളിച്ചത്. ഈ സമയത്ത് സാറിനല്ലാതെ മറ്റാർക്കും ജഗദീഷേട്ടൻ രക്ഷിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം. ജഗദീഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് കേരള പോലീസല്ല, തമിഴ്നാട് പോലീസാ.
അതുകൊണ്ട് തന്നെ എനിക്ക് ഇടപെടുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്. ഇവിടത്തെ കേസ് എന്തേലും ആണെങ്കിൽ എന്റെ ഒരു ഫോൺ കോൾ മതി. ഇത് പക്ഷേ അപ്പോ സാറിനൊന്നും ചെയ്യാനാവില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെയൊന്നും ചെയ്യാനാവില്ല എന്നല്ല. തമിഴ്നാട് പോലീസ് ആവശ്യപ്പെടുന്നത് പോലെ കേരള പോലീസ് ജഗദീഷിനെ അറസ്റ്റ് ചെയ്യും. അയ്യോ, പിന്നീട് ഹാൻഡ് ഓവർ ചെയ്യുന്നതാ രീതി. ആ അറസ്റ്റ് ഞാൻ തടയാം. എന്റെ പോലീസ് ഇവിടെ വരില്ല. അല്ല സർ, അപ്പോ തമിഴ്നാട് പോലീസ് വരില്ലേ? വരും. അവര് വന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കോ എന്റെ സ്വാധീനത്തിനോ പിന്നെ ഒന്നും ചെയ്യാനാവില്ല. അയ്യോ, അപ്പോ മറ്റൊരു വഴിയില്ലേ സർ? ഉണ്ട്. ജഗദീഷിനെ കുറച്ച് ദിവസത്തേക്ക് ഈ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തണം. ആരും അറിയാത്ത സുരക്ഷിതമായ സ്ഥലത്ത് ഞാൻ തന്നെ മുൻകൈയെടുത്ത് അയാളെ ഒളിപ്പിച്ചോളാം. ആ സമയം കൊണ്ട് നമുക്ക് കേസ് സെറ്റിൽ ചെയ്യാം. അത് എന്റെ ഉറപ്പ്. വലിയ ഉപകാരം സർ. കഴിഞ്ഞില്ല. ഒരു കാര്യം കൂടി പറയാനാ ഞാൻ വന്നത്. രാജലക്ഷ്മി അമ്മയോടും ഈ കുടുംബത്തോടും അത്രയ്ക്ക് അടുപ്പമുള്ള ആളെന്ന രീതിയിൽ ഒന്നുകൂടി ഞാൻ പറയുക. അത് മറ്റൊന്നുമല്ല, കാർത്തികിനെ തിരികെ സർവീസിൽ കയറ്റുന്ന കാര്യമാണ്. അത് നമ്മൾ ആര് വിചാരിച്ചാലും നടക്കാത്ത കാര്യമാണ്. പക്ഷേ ഒരാൾ വിചാരിച്ചാൽ നടക്കും. മൈഥിലി, കാർത്തിക്കിന്റെ ആദ്യ ഭാര്യ. അത് വേണ്ട മിനിസ്റ്ററെ. അവളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പരിഹാരത്തിന് ഒരു വഴിയേ ഉള്ളൂ എന്ന്. ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ രാജലക്ഷ്മി അമ്മ വെറുതെ വാശി പിടിച്ച് കാർത്തിക്കിന്റെ ജീവിതം നശിപ്പിക്കണോ? പറ്റില്ലെന്ന വാശിയിലാണെങ്കിൽ ഞാൻ ബാക്കി പറയുന്നതിൽ അർത്ഥമില്ല. സാറ് പറയണം. എന്റെ മോന്റെ ജോലി തിരികെ കിട്ടാൻ മൈഥിലിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈഥിലി തന്നെയാണ് കാർത്തിക്കിന്റെ ഭാര്യയെന്ന് ട്രിബ്യൂണലിന് മൊഴി കൊടുത്താൽ മതി. ഈ കാര്യം എങ്ങനെയെങ്കിലും മൈഥിലിയെ കൊണ്ട് സമ്മതിപ്പിക്കണം. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാനും കൂടി മൈഥിലിയോട് സംസാരിക്കാം. കുറച്ചു നാളത്തേക്ക് മീനാക്ഷിയെ മാറ്റി നിർത്തി ട്രിബ്യൂണൽ കേസ് പിൻവലിച്ചാൽ കാർത്തിക്കിന് പിന്നെയും സർവീസിൽ തുടരാം. ആ സമയം കൊണ്ട് മീനാക്ഷിക്ക് തിരികെ വരികയും ചെയ്യാം. അത് മാത്രമേ ഉള്ളൂ ഇനി കാർത്തികിന്റെ കാര്യത്തിൽ ആകെയുള്ള ഒരു വഴി. ഇനി തീരുമാനം നിങ്ങളുടെയാണ്. തീരുമാനം മറ്റൊന്നുമില്ല സാറേ. മൈഥിലിയെ കൊണ്ട് ഞാനും കൂടി ചേർന്ന് സമ്മതിപ്പിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.